ചേർക്കാതെ നമുക്ക് ഈസി ആയിട്ട് നല്ല പാലപ്പം, അതുപോലെ ഈസ്റ്റ് ചേർക്കാതെ നല്ല അടിപൊളിയായിട്ട് പാലപ്പം ഉണ്ടാക്കാം. നമ്മൾ എടുത്തേക്കുന്നത് ഇതിനൊരു ഗ്ലാസ് അരി രാവിലെ വെള്ളത്തിയിട്ട് കുതിർത്തതാണ്. ഇപ്പോൾ അത് അടിച്ച് മാറ്റുക. അതെ, ഇതിൽ വെള്ളം ഒട്ടും ഇല്ലാതെ ഞാൻ എടുക്കുന്നത്. എന്ന് വെച്ചാൽ വേറൊരു സാധനം ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇത് ഇന്നലത്തെ തേങ്ങാ വെള്ളം, പഞ്ചസാര ഇട്ട് വെച്ച തേങ്ങാ വെള്ളമാണ്, ഇന്നലെ എടുത്ത് വെച്ചതാണ്. ഇത് ചേർക്കുമ്പോൾ നമുക്ക് ഈസ്റ്റ് ചേർക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിന് ഇത് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാതെ വെള്ളം ചേർക്കത്തില്ല. പിന്നെ ശകലം അവില്, പിന്നെ അരമുറി തേങ്ങ ചിരകിയത്. കുറച്ച് പഞ്ചസാര, 2. ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പൊങ്ങാനായിട്ട് നാളെ ഉപയോഗിക്കാൻ വേണ്ടി പാത്രത്തിൽ ഒഴിച്ചു വെക്കും. ഇത് നമ്മൾ അടച്ച് വെക്കുക. നാളെ രാവിലെ ഇത് പൊങ്ങിയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ അന്നേരം എടുക്കാം. ഇന്നലെ നമ്മൾ അടിച്ച് വെച്ചിരുന്ന അപ്പത്തിനുള്ള മാവ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. നമുക്ക് അപ്പച്ചട്ടി എടുത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് പതുക്കെ ഒഴിച്ച് ചുറ്റിച്ചു കൊടുക്കണം. ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എണ്ണയൊന്നും തൂത്ത് കൊടുക്കണ്ട. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തൂത്ത് കൊടുക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് വിട്ട് വരും. ഇതിനൊരു തവി മാവ്, എണ്ണ ചൂടായി. അത് നന്നായിട്ടൊന്ന് ചുറ്റിക്കണം. നന്നായിട്ട് ചുറ്റിച്ചിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കണം. റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റും ചോറും ചേർക്കാത്ത നല്ല ഈസി പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചായയും മുട്ടക്കറിയായിട്ട് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.